ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും തിരുവചനമായ ദിവസത്തിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതിൻ്റെ വചനത്തിൻ്റെ ബാക്കിയായിട്ടാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. പ്രവചനം 58 ഹല്ലേലൂയ 12 വാക്യം. നിൻ്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേട് തീർക്കുന്നവരെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനപ്പെടുത്തുന്നതിനെന്നും നിനക്ക് പേർ പറയും. സ്വർഗീയ പിതാവേ, ഈ നല്ല വചനത്തിനായ സ്തോത്രം. കർത്താവേ, വചനത്തെ കുഞ്ഞുങ്ങൾ സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരം ഞങ്ങളെ കൂടിയിരിക്കണം. യേശു നാം തന്നെ ആമേൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദിവസം നിരപ്പ് പ്രാപിച്ച് നാം പുസ്തി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ, ക്രമീണം പ്രാപിച്ച് കഴിയുമ്പോൾ ദൈവം നാം മുഴങ്കാലം അടക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് മറുപടി നൽകുമെന്ന് മാത്രമല്ല, വീണ്ടും അതിൻ്റെ താഴേക്കുള്ള വചനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും പറയുന്നുണ്ട്, ഹല്ലേലൂയ നിൻ്റെ ഹല്ലേലൂയ പ്രകാശം ഇരുളുദിക്കും. ഹല്ലേലൂയ നിൻ്റെ ഹല്ലേലൂയ സ്വതം അന്ധകാരം മധ്യാഹ്നം പോലെ ആകും. സ്തോത്രം. യഹോവ നിൻ്റെ എല്ലായ്പ്പോഴും നിന്നെ നടത്തുകയും വരണ്ട നിലത്തിലും നിൻ്റെ വിശപ്പടക്കി നിൻ്റെ അസ്ഥികളെ വേർപ്പെടുത്തുകയും ചെയ്യും. എപ്പോഴും നനമുള്ള തോട്ടം പോലെ നാം ആയിത്തീരുവാനിടയായിത്തീരുന്ന ദൈവത്തിൻ്റെ വചനോട് പറയാണ്. നനമുള്ള തോട്ടത്തിൽ എപ്പോഴും ഫ്രൂട്ടുണ്ടാകും, എപ്പോഴും ഹല്ലേലൂയ ഫലം ഉണ്ടാകും, എപ്പോഴും തളർപ്പുണ്ടാകും. ഹല്ലേലൂയ മാത്രമല്ല, താഴോട്ടുള്ള വചനത്തിൽ ചിന്തിച്ച വചനം പറയുന്നു, അപ്പോൾ നിൻ്റെ തലമുറകൾ പുരാതന ശൂന്യങ്ങളെ പണിയും. നമ്മൾ തലമുറ കൂടെ നമ്മെ കൂടെ മാത്രമല്ല, നാം ചെയ്തെടുക്കുന്ന പ്രവൃത്തികൾക്ക് ശേഷം നമ്മൾ തലമുറകൾ കൂടെ ഒരു പുരാതനത്തിന് ശേഷിപ്പുകളെ പണിതെടുക്കുക. തലമുറ കൂടെ ഒരു പണി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അവരിടിച്ചു കളയുന്നവരോടല്ല, കേട് തീർക്കുന്നവരായി തീരുവാനിടയാകും. അനേകർക്ക് ആശ്വാസമായി തീരുവാനിടയായി തീരും. കേട് വന്ന ഭാഗങ്ങളിലൊക്കെയും ഹല്ലേലൂയ അത് പണിയുന്നവരായി തീരും. സ്തോത്രം. ഹല്ലേലൂയ യഥാസ്ഥാനപ്പെടുത്തുന്നവരായി തീരും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ പിതാക്കന്മാരും മാതാക്കളുമായി നാം ദൈവസന്നിധി നീതിയോടെ നിഷ്കളങ്കതയോടെ ജീവിച്ച് കഴിയുമ്പോൾ നമ്മളിൽ മാത്രം നിലനിൽക്കുന്നതല്ല ദൈവപ്രവൃത്തി, നമ്മുടെ തലമുറമേലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ നാളുകളിൽ ദൈവരാജ്യം പണിയുന്നവരായി നാം തീരട്ടെ. ഹല്ലേലൂയ. നമ്മളെ വാക്കുകൊണ്ട് പ്രവൃത്തികൊണ്ട് നാം ആരെയും മുറിവേൽപ്പിക്കരുത്. ഹല്ലേലൂയ. എൻ്റെ പ്രിയ ദൈവമക്കളെ, എൻ്റെ അനുഭൂതിയും പറയാം. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഹല്ലേലൂയ പലരെയും ആഴമായി സ്നേഹിച്ചതുകൊണ്ട് ഹല്ലേലൂയ വ്യക്തികളെ വിവേചിച്ച് നമുക്ക് ചതിയും വഞ്ചനയും അറിയാത്തതുകൊണ്ട് നമ്മളങ്ങ് കണ്ണടച്ച് വ്യക്തികളെ നമ്മൾ സ്നേഹിക്കും. പക്ഷേ നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും അത് നിമിത്തം നമുക്ക് കൃത്യത്തിന് വേദനകളും നിന്ദയും അപമാനവും ഒക്കെയും വന്ന് അങ്ങനെ കൃത്യത്തിന് വളരെ ആഴമേറിയ മുറിവുകളൊക്കെയും വന്ന സമയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാലും ആ വ്യക്തികളോടൊന്നും പകയോ കയ്പോ ഒന്നും വെച്ച് പുലർത്താതെ ദൈവസേനയിൽ ഹല്ലേലൂയ കരഞ്ഞ് അവരോട് ദൈവമേ ക്ഷമിക്കണമേ എന്ന് ഏൽപ്പിച്ച് പറഞ്ഞ് ദൈവസേന നിലം പാടുവിന്ന് കഴിഞ്ഞപ്പോൾ ദൈവം എൻ്റെ മുറിവുകൾക്കൊക്കെയും പൊറുതിയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് പിണങ്ങുവാൻ കഴിയില്ല. പ്രിയ ദൈവമക്കളെ, നമ്മൾ പിണക്കം വെച്ചുകൊണ്ടിരിക്കുകയല്ല. അസൂയ, പിണക്കം, ഇത് ജാരശങ്ക, ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മൾ കഴിവതും കർത്താവിൻ്റെ വചനം പറയുന്നത്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ഹല്ലേലൂയ പിണക്കങ്ങളെ പറഞ്ഞു തീർക്കുക, ദിവസം നേരിപ്രായിക്കുക. കാരണം ഇന്ന് രാത്രി കാഹളം മൂതിയാൽ, കാരണം ഈ നിമിഷം ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കാഹളം മൂതിയാൽ നമുക്ക് നിത്യത നഷ്ടമായി തീരല്ലേ ദൈവമക്കളെ. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരണം പ്രാപിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാം നീതിയോടെ നിഷ്കളങ്കതയോടെ ദൈവത്തിന് ജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് പിമ്പായി വരുന്ന നമ്മുടെ തലമുറകളെ നമ്മിൽ നിന്ന് മാത്രമല്ലാതെ ആ ദൈവപ്രവൃത്തിയിൽ നിന്ന് നിലച്ചു പോകാനിടയാവത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടി പുരാതന പട്ടണങ്ങളെ പണിയുവാൻ, അനേകരെ കേടുപാടുകളെ തീർക്കുവാനൊക്കെയും നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം എടുത്ത് ഉപയോഗിക്കാനിടയായിത്തീരും. സുഖം അനേകർക്കും ആശ്വാസമായി തീരുവാനിടയായി തീരും. നമ്മിൽ നിന്ന് പകർന്ന ആത്മശക്തി, ആത്മീയകൃപ ഹല്ലേലൂയ അതൊരിക്കലും നിലച്ചു പോകാനിടയായി തീരത്തില്ല. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടി പ്രാപിച്ചെടുക്കുവാൻ അനേകരുടെ മുറിവുകൾ കിട്ടുന്നവരായി, അനേകർക്ക് ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും പ്രയോജനം നമ്മളവരായി തീരുന്നവരായി കാണുവാൻ നമ്മളെ സഹായിക്കട്ടെ. എൻ്റെ വാക്കുകൾ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, പ്രിയ കുഞ്ഞേ, ഹല്ലേലൂയ സ്തോത്രം. ഈ പകൽക്കാലം ഈ വചനപ്രകാരം നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മുടെ ജീവിതത്തെ ക്രമീകരണം പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കാമോ? ഹല്ലേലൂയ. ദൈവം പറയുന്നത് അതേപോലെ നാം അനുസരിപ്പാൻ തയ്യാറായാൽ
ദൈവം ഹാലലൂയ നാം മുഴങ്കാലം അടക്കുമ്പോൾ തന്നെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുവാനിടയായി തീരും. മാത്രമല്ല തലമുറയിൽ കൂടെ പ്രിയാമ്മച്ചി അപ്പച്ച ഹാലിൻ്റെ വാക്കുകൾ കേൾക്കുന്ന പ്രിയമാതാവേ പിതാവേ ഹാലലൂയ നമ്മുടെ മുറിവുകളെ ഹൃദയത്തിന് ഹാലലൂയ എത്ര വലിയ ആഴമേറിയ മുറിവുകളായാലും നിന്നയായാലും അതൊക്കെയും ദൈവം ഹാലലൂയ കെട്ടി ഹാലലൂയ ദൈവം നിന്നെ മാനിപ്പാനിടയായി തീരും. മാത്രമല്ല നിന്റെ തലമുറകളെയും ദൈവം മാനിപ്പാനിടയായി തീരും. ആകിയാൽ ഈ വചനങ്ങളെ കൊണ്ട് ദൈവം നമ്മളെ പരസ്പരം അനുഗ്രഹിക്കുമാറട്ടെ, ആശ്വസിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചന പ്രകാരം നമുക്ക് ജീവിക്കാം. അതിനായി നമ്മൾ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളെ ദൈവം നല്ല അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.